ഹലോ. അപ്പോൾ ഇന്ന് രാത്രിയിലെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പച്ചക്കറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. നാളെ ക്ലാസ്സില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പണിമുടക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ച് എളുപ്പമാകുമല്ലോ പണി. അതുകൊണ്ടാണ് രാത്രിയിൽ ചെയ്ത് വെക്കുന്നത്. മുമ്പൊക്കെ ഞാൻ തോരനും അങ്ങനെയുള്ള എല്ലാം രാത്രിയിൽ അരിഞ്ഞു വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഈ പണികളെല്ലാം നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം വഴറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ സെപ്പറേറ്റ് അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. തക്കാളി, വെണ്ടയ്ക്ക, സവാള ഇത്രയാണ് അങ്ങനെ വെച്ചത്. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളൂടെ കഷ്ണങ്ങളാക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിൽ കിടക്കുന്നത് ഉരുളക്കിഴങ്ങ്, കായ്, വഴുതനങ്ങ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറ പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അരിഞ്ഞ് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഇപ്പോൾ തന്നെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ രാവിലെ എളുപ്പമാണല്ലോ. രാവിലെ ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന ഒരു പണിയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കട്ടിംഗ് ബോർഡ് കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചങ്ങ് കഴുകിയെടുക്കുകയാണ്. അല്ലെങ്കിൽ അതിനകത്തെ വര പോലെയുള്ള ഭാഗത്ത് അഴുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. കുറച്ച് ചോറ് അധികം ഉണ്ടായിരുന്നു. ഇന്ന് അധികം ആരും ഇവിടെ ചോറ് കഴിച്ചിട്ടില്ല. അത് കാരണമാണ് ഇത്രയും ചോറ് അധികം വന്നത്. അതൊരു പാത്രത്തിലേക്കാക്കി ചൂട് പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ശേഷം സിങ്കൊക്കെ ഒന്ന് കഴുകി കൊടുക്കുകയാണ്. ഇതൊരു നല്ല പണിയാണ് രാത്രിയിൽ. 2 കിച്ചണും ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഉപ്പാട് വരും. ഒരു സമയമാവുകയും ചെയ്യും. ചോറൊക്കെ ഞങ്ങൾ 7 മണിയാകുമ്പോഴേ കഴിക്കും. അതുകൊണ്ട് ആ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇനി പച്ചക്കറി ഒക്കെ അരിയാനുള്ളത് കാരണം കുറച്ച് താമസിച്ചാണ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തത്. ഞാൻ വലിയ കിച്ചണും സ്റ്റൗവും ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇതാ ചെറിയ കിച്ചണാണ്. ഇവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ കറികളൊക്കെ റെഡിയാക്കുമ്പോൾ കറികളൊക്കെ ഓരോരോ പാത്രങ്ങളാക്കി അടച്ച് വെക്കുന്ന കാരണം അതുണ്ടാക്കുന്ന പാത്രങ്ങളൊന്നും ഇപ്പോൾ കഴുകാൻ കാണില്ല. അതൊക്കെ അപ്പോൾ തന്നെ നമ്മളങ്ങ് കഴുകി മാറ്റാറുണ്ട്. ഇപ്പോൾ ചോറ് വെച്ച കലം, അത്യാവശ്യം മൺചട്ടി, മീൻ കറി വെച്ചത്, മോരുകറി ഉണ്ടാക്കിയത് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകാനായിട്ട് കാണത്തുള്ളൂ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി മാറ്റുകയാണ്. ഇനി ചെറിയ കിച്ചൺ ഏറ്റവും ലാസ്റ്റിലാണ് വൃത്തിയാക്കുന്നത്. സിങ്കെല്ലാം അങ്ങ് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അതുകൂടിയൊക്കെ കഴിയുമ്പോഴേക്കും രാത്രിയിലത്തെ കിച്ചണിലെ പണികളെല്ലാം കഴിയും. എല്ലാ ദിവസവും ഞാൻ ടാപ്പും ഒക്കെ വൃത്തിയാക്കാറുണ്ട്. അല്ലെങ്കിൽ ടാപ്പിലൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ കൈകൊണ്ട് എപ്പോഴും തുടത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം എപ്പോഴും അഴുക്കൊക്കെ പിടിച്ചിരിക്കും. അതൊക്കെ എല്ലാ ദിവസവും രാത്രിയിൽ കഴുകി വൃത്തിയാക്കി ഇടും. അതിനുശേഷം കിച്ചൺ ടവലും കഴുകി അവിടെ തന്നെ വിരിച്ചിടും. രാവിലെ അത് എടുത്തുകൊണ്ട് പോയി
വാഷിംഗ് പൗഡർ ഇട്ട് കഴുകിയെടുക്കാറുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ വിരിച്ചിടും. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. താങ്ക് യു.